കനത്ത കാറ്റിലും മഴയിലും കോഴിക്കോട് മിഠായി തെരുവിൽ കടകളുടെ മേൽക്കൂര പറന്നുപോയി. സമീപത്തുള്ള ക്ഷേത്രത്തിന് മുകളിലേക്കാണ് മേൽക്കൂര വീണത്. ദിലിഷ തിലകനുണ്ട് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി. ദിലിഷ, ഇത് എപ്പോഴാണ് സംഭവിച്ചത്? ഈ ഒരൊറ്റ കടയ്ക്ക് സംഭവിച്ച കാര്യങ്ങളാണോ ഇതൊക്കെ? എന്താണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും ഗോപികൃഷ്ണൻ, ഈ കാലവർഷം എത്തിയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള മഴക്കെടുതികൾ കോഴിക്കോട് ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് അല്പസമയം മുമ്പാണ് കോഴിക്കോട് മിഠായി തെരുവിലാണ് സംഭവം. ഈ കടകളുടെ മേൽക്കൂര പറന്നു പോവുകയായിരുന്നു. ഈ മിഠായി തെരുവിലേക്ക് കയറുന്ന പ്രവേശന ഭാഗത്ത് തന്നെയായിട്ട് ഒരു ദേവീ ക്ഷേത്രമുണ്ട്, ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം. അതിൻ്റെ ഒപ്പോസിറ്റ് നിൽക്കുന്ന കടയുടെ മേൽക്കൂരയാണ് പറന്ന് ഈ ക്ഷേത്രത്തിന് മുകളിലേക്ക് വീണത്. ഈ വ്യാപാരികൾ, വലിയ മഴയായതുകൊണ്ട് തന്നെ ഒരുപാട് കച്ചവടക്കാർ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. അല്ലെങ്കിൽ വലിയൊരു അപകടം ഇവിടെ ഉണ്ടായേനെ എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ സമീപത്തൊക്കെ തന്നെ നമുക്കറിയാം മിഠായി തെരുവാണ്, വലിയ തിരക്കുള്ള സ്ഥലമാണ്. ഒരുപാട് ആളുകൾ കച്ചവടം വാങ്ങുവാനായി, ഒരുപാട് സാധനങ്ങൾ മേടിക്കുവാനായിട്ട് എത്തുന്ന ഒരുപാട് ആളുകളും അതുപോലെ തന്നെ ഒരുപാട് ഈ ചെറിയ ചെറിയ കടകളിലെ വ്യാപാരികളടക്കം ഇവിടെ ഉണ്ടാകുന്നതാണ്. എന്നാൽ മഴ ആയതുകൊണ്ട് തന്നെ ആരും ഉണ്ടായിരുന്നില്ല. വലിയൊരു ദുരന്തം അവിടെ ഒഴിവായി. എന്തായാലും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിന് മുകളിലേക്കാണ് തൊട്ടടുത്തുള്ള ഈ മേൽക്കൂര ഇടിഞ്ഞ് വീണിട്ടുള്ളത് എന്നാണ്. മാത്രമല്ല, ഈ സമീപത്തെല്ലാം തന്നെ ഒരുപാട് വലിയ മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഇതും വലിയ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങളാണ്. ഇവിടുത്തെ വ്യാപാരികളെല്ലാം തന്നെ നേരത്തെ പലതവണ പരാതി നൽകിയിട്ടുള്ളതാണ്, ഈ മരങ്ങൾ മുറിച്ച് മാറ്റേണ്ടതുണ്ട് എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഒരു മരം, അതിൻ്റെ ചില്ലകളെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ ഫയർഫോഴ്സ് സംഘം മുറിച്ച് മാറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല, രാവിലെയും ഈ LICക്ക് സമീപം ഇവിടെ ഒരു മരം കടപുഴകി വീഴുകയുണ്ടായിരുന്നു. എന്തായാലും വലിയ അപകടങ്ങളിലേക്കൊന്നും തന്നെ പോയിട്ടില്ല. ഈ കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് മലയോര നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കെടുതികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഈ ചിന്താവളപ്പിൽ അല്പസമയം മുമ്പാണ് റോഡിലേക്ക് മരം കടപുഴകി വീണത്. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ KSRTC ബസ് സ്റ്റാൻഡിൽ കടകളിലെല്ലാം തന്നെ വെള്ളം കയറിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പുതിയറയിൽ റോഡിൽ വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ LIC ഓഫീസിന് സമീപവും മരം കടപുഴകി വീഴുകയും, അതുപോലെ കിഡ്സൺ കോർണറിൽ, ഈ മിഠായി തെരുവിനോട് ചേർന്ന സ്ഥലമാണ് കിഡ്സൺ കോർണർ, അവിടെയും ഈ കാറിന് മുകളിലേക്ക് മതിലിടിഞ്ഞു വീഴുന്ന സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഫയർഫോഴ്സ് സംഘമുണ്ട്. ബീച്ചിലെ ഫയർഫോഴ്സ് യൂണിറ്റാണ് സ്ഥലത്തെത്തിയിട്ടുള്ളത്. അവർ ഈ മരങ്ങൾ ഇവിടെ നിന്ന് മുറിച്ച് മാറ്റുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ മനസ്സിലാകും. ചെറിയ വ്യാപാരികൾ അപകടം ഒഴിവാക്കാൻ വേണ്ടി, അപകട സാധ്യത നീക്കാൻ വേണ്ടി ഇവിടെ ഈ മരത്തിന്റെ ശിഖരങ്ങൾ ഫയർഫോഴ്സ് എത്തി മുറിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. കോഴിക്കോട്ടും പലയിടങ്ങളിലേതും എന്നതുപോലെ തന്നെ മഴ കാര്യമായ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട ജനങ്ങൾ എത്തുന്ന ഇടങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടു എന്നുകൂടിയാണ് ദിലിഷ തിലകന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ആ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഒപ്പം ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു കോഴിക്കോട്ട് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.